ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശ സുരേഷ്. സ്പെക്ട്ര ഡെക്കോറിന്റെ പുതിയൊരു ഇന്റീരിയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മളുടെ ഫാക്ടറിയുടെ നിയർ ബൈ തന്നെയാണ്. തിരുവല്ലൂര് റഹീസ് സാറിന്റെയും ഗ്രീഷ്മ മാഡത്തിന്റെയും വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ ടൈപ്പുള്ള ഒരു ഇന്റീരിയർ ആണ് ഇവിടെ ത്രൂ ഔട്ട് പോയിരിക്കുന്നത്. എന്നാൽ പക്ക ട്രഡീഷണലും അല്ല. ഒരു വുഡൻ ഷെയ്ഡ് ഉണ്ട്, പാസ്റ്റൽ ഷെയ്ഡ്സും ഒക്കെ മിക്സ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബട്ട് നമ്മൾ ഇവിടുത്തെ കിച്ചൺ നമ്മൾ ചെയ്തിട്ടില്ല. കിച്ചന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ അവർ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു ഇഷ്ടത്തിനും ആ ഒരു ടേസ്റ്റിനും ഒക്കെ അനുസരിച്ച് നമ്മൾക്ക് പറ്റാവുന്ന മാക്സിമം നല്ല രീതിയിൽ നമ്മളുടെ ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഈ വീടിന്റെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. ഇതിന്റെ ബാക്കിൽ ഒരു ചെറിയൊരു ഓപ്പൺ സ്പേസ് ഉണ്ടായിരുന്നു. അതിങ്ങനെ ഒരു ത്രൂ ഔട്ട് പാനലിംഗ് ചെയ്തിട്ടൊരു ബുദ്ധ സ്പേസ് ചെയ്തു. ബാക്കിലൊരു ഗോൾഡനും ബീജും കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടെക്സ്ചർ. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പാർട്ടീഷനാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, അടിയിൽ ത്രൂ ഔട്ട് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ബാക്കിലേക്ക് മുകളിലേക്ക് CNC, അതുപോലെ തന്നെ വുഡിന്റെ ആ ഒരു ട്രഡീഷണൽ ടച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വുഡ് പാറ്റേൺ വെച്ചിട്ടുള്ള ഒരു ലൂവറിങ് പോലത്തെ ഒരു സംഭവങ്ങള്. പിന്നെ ഉള്ളത് മൊത്തം ഇതൊരു ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, മൂവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിലിപ്പോ കെയിൻ ഷീറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം CNCയിൽ നമ്മൾ ഫാക്ടറിയിൽ ചെയ്ത് കൊണ്ടുവന്നതാണ്. CNCയിൽ മേക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കെയിൻ ഷീറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. അതിന്റെ മുകളിൽ CNC ഡിസൈനും നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കോമൺ വുഡ് ഷെയ്ഡ് ആയിട്ടുള്ള 444 ഷെയ്ഡ്സ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇടയിൽ ഒരു ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ബീജ്, ഒരു മാറ്റ് ഫിനിഷ് ഷെയ്ഡ്, പ്ലെയിൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുള്ളത്. സീലിംഗും വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രൂ സീലിംഗും ജിപ്സം സീലിംഗും കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീലിംഗ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ചെറിയ ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു നടുമുറ്റം സ്റ്റൈലുള്ള ഒരു വീടാണ്. ഈ ഒരു വോളില് നമ്മളൊരു മൾട്ടിവുഡിന്റെ ബീഡിങ് അതിന്റെ ഇൻസൈഡിൽ വാൾപേപ്പർ ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെന്ററിലൊരു ക്രോക്കറി എന്ന് വേണേൽ പറയാം, ഡിസ്പ്ലേ യൂണിറ്റ് എന്നും പറയാം. ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലേക്കും വിസിബിലിറ്റി വരുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ടീഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പുറത്തേക്ക് സ്റ്റോറേജ് സ്പേസും അതുപോലെ പാർട്ടീഷന്റെ ഈ ഒരു ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും രണ്ട് സൈഡിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ എലമെന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വോള് ത്രൂ ഔട്ട് ഒരു വെയിൻസ്കോട്ട് ബീഡിങ് കൊടുത്തിട്ട് അതിന്റെ ഇൻസൈഡ് വാൾപേപ്പർ വെച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആണ് ഈ ഒരു വീട്ടിൽ ത്രൂ ഔട്ട് പോയിട്ടുള്ള. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തൊരു സ്വിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഒരു ട്രഡീഷണൽ വരുന്ന ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ മാസ്റ്റർ ബെഡിലാണ്. അപ്പൊ ഇവിടെ കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബീജ് പോലത്തെ ഒരു ഷെയ്ഡും കോമൺ ആയിട്ടുള്ള ഒരു വുഡ് ഷെയ്ഡും ആണ്, ടീക്ക് വുഡ് ഷെയ്ഡും ആണ് ചെയ്തിട്ടുള്ളത്. കണ്ടറിയാം, ഈ ഒരു വാർഡ്രോബിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കെയിൻ ഷീറ്റ്, ആ ഒരു ത്രൂ ഔട്ട് ഒരു ട്രഡീഷണൽ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഹാൻഡിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ആർട്ടിഫിഷ്യൽ ഹാർട്ട് നമ്മൾ മേക്ക് ചെയ്ത സെയിം ഇതിന്റെ തന്നെ ഒരു ഫിനിഷിങ് കിട്ടുന്ന രീതിയിലാണ് ഹാൻഡിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഈ എൻഡ് ഭാഗത്തായിട്ട് നമ്മളൊരു ഡ്രസ്സിങ് ഏരിയ കോൺസെപ്റ്റില് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്തിട്ട് റീയൂസ് ചെയ്യേണ്ട ഡ്രസ്സൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും ഒരു ലോങ് മിററും നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ് കോട്ട് കിങ് സൈസ് ആണ്. 2 സൈഡ് ടേബിൾ ഉണ്ട്. അതുപോലെ തന്നെ ആ ബെഡ് കോട്ടിന്റെ ബാക്ക് വോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള
ഒരു കെയിൻ ഷീറ്റും അതുപോലെ അപ്പോൾസറി ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വോൾ പേപ്പറും കൊടുത്തിട്ടാണ് ത്രൂ ഔട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സീലിംഗ് ആണെങ്കിൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിന്റെ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇവിടുത്തെ സീലിംഗ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡിന്റെ ഒരു കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇതിനെ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ കൊടുത്തിട്ടാണ് ത്രൂ ഔട്ട് ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ റൂമിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ടോട്ടലി ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു വാർഡ്രോബിലും അതുപോലെ ബെഡ് കോട്ടിന്റെ ഹെഡ് ബോർഡ് ഭാഗത്തും നമുക്ക് കെയിൻ ഷീറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഡ്രസ്സിംഗ് ഏരിയയ്ക്ക് മാത്രമായിട്ടൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫുൾ ലോങ് മിററും അതിന്റെ ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലോഫ്റ്റ് സ്പേസ് ആയിട്ട് 2 സൈഡിലും ലോഫ്റ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ ഇനഫ് സ്പേസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം. റൂമില് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ വിത്ത് നമ്മളുടെ കോമൺ വുഡ് ഷെയ്ഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വളരെ വിശാലമായ ഒരു വാർഡ്രോബാണ്. 4 ഡോർ വാർഡ്രോബ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻസൈഡ് ആണെങ്കിലും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് മാക്സിമം ഡ്രോവർ സ്പേസ് കൊടുത്തിട്ടാണ്. കാരണം നമ്മളുടെ ഡ്രോ സ്പേസ് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ കീപ്പ് ചെയ്യാനും എല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവിടെ അങ്ങനെ ഒരു രീതിയിലാണ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ലോഫ്റ്റും കൊടുത്തിട്ടുണ്ടാകുമ്പോൾ നമുക്ക് അപ് ടു സീലിംഗ് വരെ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇരിക്കാതിരിക്കാനും അതുപോലെ വലിയ വലിയ ലഗേജുകൾ കീപ്പ് ചെയ്യാനും ഒക്കെ ലോഫ്റ്റ് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഈ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്ന ഒരു ബെഡാണ്. ബട്ട് ഈ ഡിസൈൻസ് ഒക്കെ നമ്മൾ രണ്ടാമത് ഇതിൻ്റെ കൂടി അറ്റാച്ച് ചെയ്ത് ആഡ് ചെയ്തതാണ്. സോ ഇതിന്റെ ബാക്ക് ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ കോമൺ ഷെയ്ഡായ വുഡ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പെയിന്റ് ഫിനിഷും അതുപോലെ സൈഡ് ടേബിൾസും ഒക്കെ നമ്മൾ രണ്ടാമത് അറ്റാച്ച് ചെയ്തിട്ടുള്ള യൂണിറ്റ്സുകളാണ്. അപ്പോൾ ഇവിടുത്തെ വാർഡ്രോബ് ആണെങ്കിലും സൈഡ് ടേബിൾസും ഡ്രസ്സിംഗ് യൂണിറ്റും എല്ലാം ആ ഒരു തീം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ റൂമിൽ കണ്ട പോലെ തന്നെ ഈ റൂമിലും നമുക്ക് സെയിം ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. അവിടെ ഒരു ലോങ് മിറർ, ഒരു എച്ചിങ് മിറർ ഉണ്ട്. അതിന്റെ യൂണിറ്റ്സിൽ നമ്മളൊരു സ്റ്റോറേജ് സ്പേസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം യൂട്ടിലിറ്റി സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ത്രൂ ഔട്ട് ഏരിയ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീട്ടിലത്തെ പൂജാ സ്പേസ്. പൂജ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലൊരു പ്രത്യേക ഒരു സമാധാനം വരുന്ന ഒരു ഏരിയ ആണ്. സോ ഇവിടെ ചെയ്തിരിക്കുന്നത് വുഡൻ ഷെയ്ഡ് തന്നെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അതിന്റെ ബാക്ക് ബോളിൽ നമ്മളൊരു ബീജ് ഷെയ്ഡിൽ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലൊരു ടെക്സ്ചർ ചെയ്തിട്ടുണ്ട്. അതിൽ ഭഗവാൻസിന് കുറേ ഫോട്ടോസൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെഡ്ജസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ സ്റ്റോറേജ് സ്പേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പുഷ് ഓപ്പണിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വിളക്ക് വെച്ചതിന് ശേഷം എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ വിഷു ഒക്കെ ആകുമ്പോൾ കണി വെക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇവിടെ ഒരു ചെറിയൊരു ഡ്രോവർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ താഴത്തും നല്ല 2 ഷട്ടേഴ്സും ഡ്രോവറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പൂജ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പൂജ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റോറേജ് സ്പേസ്. ഇതാണ് ഇവിടുത്തെ TV യൂണിറ്റ്. ഇതിവിടെ കണ്ടാൽ തന്നെ അറിയാം, ഒരു സ്പേസ് സെപ്പറേറ്റ് ചെയ്തിട്ട് വുഡൻ ഫ്ലോർ ഒക്കെ കൊടുത്ത് ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വോള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ പെയിന്റും നമ്മളുടെ മൾട്ടിവുഡിന്റെ ബീഡിങ് വെച്ച് അതിന്റെ മുകളിൽ ടെക്സ്ചർ പെയിന്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ പോലെയാണ് ആക്ച്വലി ഇത്, ഒരു സ്റ്റോറേജ് കം സിറ്റിംഗ് ഏരിയ പോലെയാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് TV യൂണിറ്റിലാണെങ്കിലും ബീജ് നമ്മളുടെ കോമൺ ഷെയ്ഡ് ആയിട്ടുള്ള 444 ഷെയ്ഡ് ടീക്ക് ഷെയ്ഡും കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലാണ്. ഗ്ലാസ് ഷട്ടർ നോർമലി നമ്മളെല്ലാ TV യൂണിറ്റിനും കൊടുക്കാറ് ഗ്ലാസ് ഷട്ടർ തന്നെയാണ്. അത് കൊടുത്തിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ, ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ. ഷെയ്ഡ്സ് ഒക്കെ ഗ്ലോസി അല്ല,
കോമൺലി എല്ലാവരും ഗ്ലോസി ഷെയ്ഡ്സ് ആണ്, പക്ഷെ ഇപ്പോൾ ട്രെൻഡ് മാറി മാറ്റിലേക്കാണ് എല്ലാ ആൾക്കാരും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ റൂമിലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു വുഡ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ് ഗ്രീനിഷ് പോലുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ വാർഡ്രോബ് 3 ഡോർ വാർഡ്രോബാണ്. ത്രൂ ഔട്ട് ലോഫ്റ്റ് ഉണ്ട്. നോക്കി അറിയാൻ പറ്റും ഇവിടുത്തെ ഷട്ടർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്രൂവിലാണ്. അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ ബ്ലാക്ക് ലോങ് ഹാൻഡിൽസ്, നമ്മളെല്ലായിടത്തും ഈ ലോങ് ഹാൻഡിൽസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ ഇതിൻ്റെ ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം സ്റ്റോറേജ് ഉൾപ്പെടുത്തുന്ന രീതിയിൽ, മാക്സിമം യൂട്ടിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് തൊട്ട് ചേർന്നിട്ടൊരു ടേബിൾ, ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസ് എന്നുള്ള ഒരു രീതിയിൽ ഒരു ടേബിൾ സ്പേസ് ഉണ്ട്. ദെൻ അതിനൊരു 2 സ്റ്റോറേജ് ഡ്രോവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പർ സൈഡിൽ ഓപ്പൺ ഷെൽഫും അതുപോലെ ഒരു യൂണിറ്റും നമ്മൾ ആഡ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ബെഡ് കോട്ട്, അതുപോലെ 2 സൈഡ് ടേബിള്, ഹെഡ് ബോർഡ് കൊടുത്തിരിക്കുന്നത് അപ്പോൾസറി ഡിസൈൻ ആണ്. കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടുത്തെ ഒരു ബട്ടൺ ടൈപ്പ് അപ്പോൾസറി ആണ് ഡിസൈൻ. ഇതിലേക്ക് നമ്മളുടെ ഈ ഒരു ഷെയ്ഡുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അപ്പോൾസറി ആണ് നമ്മൾ ഇവിടേക്ക് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബാക്ക് വോളിൽ ത്രൂ ഔട്ട് ഒരു പ്ലെയിൻ ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു പാനലിങ്ങും ഒരു കുഞ്ഞൊരു ബീഡിങ് കൊടുത്തിട്ട് അതിന്റെ ഇൻസൈഡ് ആയിട്ട് ഒരു വാൾപേപ്പറും കൊടുത്തിട്ടാണ് ഈ ഒരു റൂം ത്രൂ ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സീലിംഗ് വളരെ പ്ലെയിൻ ആണ്, പ്രൊഫൈൽ ലൈറ്റിലാണ് ത്രൂ ഔട്ട്. ഇവിടുത്തെ വീട്ടിലത്തെ എല്ലായിടത്തെയും സീലിംഗ് അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. കർട്ടൻ നോർമൽ ബ്ലൈൻഡ്സ് കർട്ടൻ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഡ്രസ്സിംഗ് ഏരിയ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ലോങ് മിററും സ്റ്റോറേജ് സ്പേസും ആസ് യൂഷ്വൽ എല്ലായിടത്തെയും പോലെ ഉണ്ട്. അത് കൂടാതെ ഇവിടെ ഒരു ഗ്ലാസിന്റെ ഒരു അലൂമിനിയം പ്രൊഫൈൽ ഗ്ലാസിന്റെ ഒരു വാർഡ്രോബ്, അതുപോലെ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ്, ലോഫ്റ്റ് സ്പേസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് എവിടെ ഒരു മാക്സിമം യൂട്ടിലിറ്റി ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള എല്ലാ ഏരിയയും കവേർഡ് ആവുന്ന രീതിയിലാണ് നമ്മൾ മാക്സിമം സ്റ്റോറേജ് കൊടുത്തിട്ടാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഇന്റീരിയർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ കൂൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആയിരുന്നു. വുഡ് ഷെയ്ഡ് ആണ് കൂടുതൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എല്ലായിടത്തും പറയുന്ന പോലെ തന്നെ 710 BWP ഗ്രേഡ് മറൈൻ പ്ലൈവുഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. നനവ് തട്ടുന്ന ഏരിയയിലെല്ലാം WPC ആയിരിക്കും. എല്ലാ യൂണിറ്റ്സിന്റെ ബാക്ക് പാനൽ PVC ബോർഡാണ്. അതുപോലെ ഹിഞ്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഹെറ്റിച്ചിൻ എന്ന് പറയുന്ന ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. ടാൻഡം ബോക്സ് ആയിരിക്കും കിച്ചണിലേക്കൊക്കെ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പുതിയ ഒരുപാട് മെത്തേഡ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് ഓരോ പുതിയ പ്രോജക്ട്സുകളും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.